ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നതിനപ്പുറം മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ന്യായമായി ഉൾക്കൊള്ളാതെ ഈ ഗവൺമെൻറ്റിനെയും ഈ പാർട്ടിയെയും ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് എം.ആർ. അജിത് കുമാറിൻ്റെ ഒപ്പമുള്ള കേരളത്തിലെ പോലീസിലെ ഒരു വിഭാഗം എന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം ആദ്യമായി സൂചിപ്പിക്കുന്നത്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം വളരെ വിശാലമായ വിഷയമാണ്. ഒരു സമ്മേളനം കൊണ്ടോ 10 സമ്മേളനം കൊണ്ടോ നമുക്ക് ഇത് പൂർത്തീകരിക്കാൻ കഴിയില്ല. 32 മിനിറ്റ് ഈ പറയുന്ന സുജിത് ദാസ് സംസാരിച്ച ഒരു കോൾ റെക്കോർഡാണ് എനിക്ക് നിങ്ങളെ ഇന്ന് ഇവിടെ നിന്ന് കേൾപ്പിക്കാനുള്ളത്. അതിൻ്റെ മുമ്പായിട്ട് ഈ വാർത്തകളിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നത്, ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ നിയമസഭയിൽ ഞാനൊരു പ്രസംഗം നടത്തി ഒരു അഴിമതി കേസുമായി ബന്ധപ്പെട്ട്. ആ അഴിമതി കേസിൽ എൻ്റെ പ്രസംഗം ഒരു രേഖയായി എടുത്തുകൊണ്ട് ഹഫീസ് എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകൻ തിരുവനന്തപുരത്തെ വിജിലൻസ് കോടതിയെ സമീപിച്ചു ഈ കാര്യം അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട്. ആ വിജിലൻസ് കോടതിയിൽ അദ്ദേഹം അത് ഫയൽ ചെയ്തു. കോടതി പോലീസിനോട് റിപ്പോർട്ട് ചോദിച്ചു. പോലീസ് റിപ്പോർട്ട് കൊടുത്തു. എന്താ കൊടുത്തത്? ഇതിലൊരു കഴമ്പില്ല. അതിൽ കഴമ്പുണ്ടോ ഇല്ലേ എന്നറിയണമെങ്കിൽ ഈ വിഷയം കേരളത്തിൻ്റെ നിയമസഭയിൽ ഉന്നയിച്ചത് ഒരു MLA ആണ്. എന്നെ ഒന്ന് വിളിച്ച് ചോദിച്ചോ, എൻ്റെ അടുത്ത് സ്റ്റേറ്റ്മെൻ്റ് എടുത്തോ, നിങ്ങൾ ഈ പറഞ്ഞതിൻ്റെ എന്താണ് അടിസ്ഥാനം എന്ന് ചോദിച്ചോ? ഒന്നും ഉണ്ടായില്ലല്ലോ. എം.ആർ. അജിത് കുമാർ അങ്ങ് പറയാണ് ക്രൈംബ്രാഞ്ചിനോട്, നിങ്ങൾ അങ്ങനെ കൊടുത്തേക്ക്. കേരളീയ സമൂഹത്തിൽ വാക്കിന് വിലയില്ലാത്തവനായി ഞാൻ, അല്ലേ? ഒരു തെളിവും കിട്ടിയില്ല എന്നാണ് നിങ്ങളൊക്കെ എപ്പോഴും പറയുന്നത്. തെളിവുണ്ട്. ഞാനിപ്പോൾ ആ യുദ്ധത്തിലല്ല. അപ്പോൾ ഒരു MLA നിയമസഭയിൽ ഉന്നയിച്ച അടിസ്ഥാനപരമായ ഒരു വിഷയം കോടതി പോലീസിൻ്റെ നിലപാടെന്താന്ന് ചോദിക്കുമ്പോൾ പോലീസ് പറയാണ് MLA അതിലൊരു അടിസ്ഥാനമില്ല. ഈ പോലീസാണോ നീതി നടത്തുന്ന എം.ആർ. അജിത് കുമാറാണോ ഈ ഗവൺമെൻറ്റിനെ സഹായിക്കുന്നത്? അങ്ങനെ വിശ്വസിക്കാൻ നിങ്ങൾക്കൊക്കെ കഴിയുമെങ്കിൽ എനിക്ക് കഴിയില്ല. അപ്പോൾ ഇവിടെ വരുന്ന വിഷയങ്ങൾ ഞാനിതിലേക്ക് കടക്കാം. സത്യത്തിൽ ഈ പറയുന്ന, ഞാൻ ഇന്നലെ ഏതൊരു പത്രത്തിൽ നൊട്ടോറിയസ് ക്രിമിനലാണ് ADGP അജിത് കുമാർ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് തോന്നുന്നു എന്താണ് MLA ഇങ്ങനെ നൊട്ടോറിയസ് ക്രിമിനൽ എന്നൊക്കെ പറഞ്ഞാൽ ക്രിമിനലിസത്തിൻ്റെ അങ്ങേയറ്റം, അല്ലേ? നിങ്ങളൊക്കെ ഞെട്ടും, കേരളം ഞെട്ടും. നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. എനിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല ചിലതൊക്കെ കേട്ടപ്പോൾ. എന്ന് പറഞ്ഞാൽ ഈ എം.ആർ. അജിത് കുമാറിൻ്റെ റോൾ മോഡൽ ഒരു പക്ഷേ ദാവൂദ് ഇബ്രാഹിമാണോ എന്ന് സംശയിച്ചു. എനിക്ക് ഫീൽ ചെയ്തതാണ്. ബോംബെ അധോലോകത്തൊരു കാലഘട്ടത്തിൽ നടന്നു. ഇതിപ്പോൾ ലോകം മുഴുവൻ ഇത്തരം ക്രിമിനലിസം ഈ പറയുന്ന ഇതൊക്കെ ഒരു പരിധി വരെ അവസാനിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ആ ലെവലിലേക്ക് പോകണമെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ള അവരുടെ ജീവചരിത്രം പഠിച്ചവനെ സാധിക്കും. അതിൽ അട്രാക്റ്റ് ചെയ്യണം. അതിൽ അട്രാക്റ്റ് ചെയ്തവനാണ് ഈ എം.ആർ. അജിത് കുമാർ.